ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാവേ. അങ്ങനെ മിത്രയും മീനും കൂടി ദേവിയോട് ചോദിക്കുകയാണ്, ആനന്ദേട്ടനും ഏടത്തിനും തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? അത് കേൾക്കുന്ന ദേവി പറയും, ഏയ് എന്ത് പ്രശ്നം, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ എന്ന് പറയാ. ഇല്ല, ആനന്ദേട്ടൻ ഏടത്തെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടിട്ട് ഏടത്ത് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ വരുന്നേ എന്ന് മീനു പറയാണ്. ഇല്ല എൻ്റെ മീനു, ആനന്ദേട്ടൻ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാ. പിന്നെന്താ ഏടത്തിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ എന്ന് അപ്പം മിത്ര ചോദിക്കും കേട്ടോ. ഏയ് കണ്ണ് നിറഞ്ഞിരിക്കുകയോ? അതോ, ആനന്ദേട്ടൻ എന്നോടൊരു കഥ പറഞ്ഞു, ആ കഥ കേട്ട് കേട്ട് എനിക്ക് സങ്കടം വന്നതാ, അതാ കണ്ണ് നിറഞ്ഞു വന്നത് എന്ന് പറയും കേട്ടോ. അപ്പം മിത്ര വീണ്ടും ചോദിക്കും, എന്ത് കഥ? ഏടത്തെ കരയിക്കാൻ മാത്രം എന്ത് കഥയാ? അപ്പം മീനുവും പറയും, ആ കഥ ഏതാണെന്ന് ഞങ്ങൾക്കറിയണം, ആ കഥയൊന്ന് പറഞ്ഞേ എന്ന് ദേവിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവിയാണെങ്കിൽ എന്തു പറയണമെന്നറിയാതെ നിൽക്കുക. പെട്ടെന്നൊരു കള്ളമൊന്നും പറയാനായിട്ട് ദേവിക്ക് കിട്ടുന്നില്ല. അത് പിന്നെ കഥയെന്ന് പറയുമ്പോൾ അതെ, ഈ പൂതപ്പാട്ടില്ലേ, ഉണ്ണിയുടെയും അമ്മയുടെയും കഥയില്ലേ, ആ കഥയാണ് പറഞ്ഞു തന്നെ എന്ന് പറയണം കേട്ടോ. ആ കഥ കേട്ടപ്പം എനിക്ക് സങ്കടം വന്നു. ആ കഥയിലെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയാണോ അതോ പൂതമാണോ എന്ന് ആനന്ദേട്ടൻ ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു മീനു, അതാ കണ്ണ് നിറഞ്ഞിരുന്നത്. അല്ലാതെ ആനന്ദേട്ടൻ എന്നെ വേദനിപ്പിക്കുമോ? നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ എന്ന് പറയാം. വീണ്ടും ദേവി കണ്ണ് നിറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പം മീനു പറയും, ഷോ, ഈ ആനന്ദേട്ടൻ്റെ ഒരു കാര്യം, ഈ സമയത്ത് ഈ മാതിരി കഥകളൊക്കെയാണോ ഏടത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അയ്യോ, ഇതിപ്പോൾ ആനന്ദേട്ടൻ്റെ തെറ്റൊന്നും അല്ല. ചിലപ്പോൾ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി ആനന്ദേട്ടനൊരു കഥ പറഞ്ഞു തന്നതായിരിക്കും. ഇതാണോ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന കഥ എന്ന് മിത്രയപ്പം ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ദേവി എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എന്നിട്ട് ദേവി പറയാണ്, സങ്കടത്തോടെയാണ് കേട്ടോ, എൻ്റെ കുഞ്ഞിനെയും ഏതോ ഒരു ഭൂതം ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും അല്ലേ, ഈ അമ്മയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോയി ആ ഭൂതം എന്ന് വീണ്ടും പറയാം. എന്നിട്ട് ദേവി കരയുന്ന കാണുമ്പം മീനും മിത്രയും ഇരുവശത്തു നിന്നും നമ്മുടെ ദേവിയെ ചേർത്ത് പിടിക്കുക. എടുത്തി ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഇതൊക്കെ മാറും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്നിട്ട് രണ്ടുപേരും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഉദയഭാനു ഒരു ചായക്കടയിൽ പോയി ആഹാരം കഴിക്കാനിരിക്കുകയാണ്. അപ്പൊ കടക്കാരൻ ചോദിക്കും, അല്ല ഉദയേട്ടാ, ചേച്ചിയില്ലേ വീട്ടില്? ഇല്ല, അവളുടെ വീട് വരെ പോയിരിക്കുക. ഓ, അത് ശരി, എന്നാൽ പിന്നെ ഒരു ഓംലേറ്റും കൂടി എടുക്കട്ടെ എന്ന് അയാൾ വീട്ടിൽ ചോദിക്കുക. അയ്യോ വേണ്ട, ഇത് തന്നെ ധാരാളം എന്ന് പറയണേ. എന്തു പറ്റി ഒരു വിഷാദഭാവം, ആകെ ഒരു സങ്കടമാണല്ലോ എന്ന് ചോദിക്കുക. ഒന്നുമില്ലേ, പഴയതുപോലെ തരിക്കിടയൊന്നും ഇപ്പം കേൾക്കുന്നില്ലല്ലേ എന്ന് വീണ്ടും കടക്കാരൻ ഉദയഭാനുവിനോട് കുത്തി ചോദിക്കുക. ഇങ്ങനെ കൂനിക്കൂടി പിടിച്ചിരിക്കുന്ന കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. എന്തോന്നടേ, നിനക്ക് എന്തൊക്കെ അറിയണം? നീ ആരാടേ? കഴിക്കാൻ വരുന്നവർക്ക് ആഹാരം കൊടുത്താൽ മതി, അല്ലാതെ ഇയാൾ കൂടുതൽ വിശേഷമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് കളിയാക്കുക. ചേട്ടൻ എന്താ പിണങ്ങിപ്പോവാണോ? ആണെങ്കിൽ എന്നപ്പം ഉദയഭാനു ചോദിക്കും കേട്ടോ. അതെ ചേട്ടാ, ഒരു 750 രൂപ പറ്റുണ്ട്, അതിങ്ങ് തന്നിട്ട് പോകുമായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമായിരുന്നു. അല്ല, അതാ അതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഉദയഭാനു അവിടെ തന്നെ ഇരിക്കുകയാണ്. ഷോ, എവിടെ ചെന്നാലും ഒരു സ്വസ്ഥത എനിക്കില്ലല്ലോ എൻ്റെ ഈശ്വര. ഓരോരുത്തർമാർക്ക് എന്തൊക്കെ വിശേഷങ്ങൾ അറിയണ്ട്, അവൻ്റെ ഒരു വിശേഷം തിരക്കൽ എന്നും പറഞ്ഞ് കളിയാക്കി പറയണം കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്ന് ആ ആഹാരം കിള്ളിപ്പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഉദയഭാനുവിന് ഒന്നും ഇറക്കാൻ സാധിക്കുന്നില്ല. ദേവിയെ പറ്റിയുള്ള ചിന്തകൾ ആകെ കുമിഞ്ഞുകൂടി നിൽക്കുക. അപ്പം ആനന്ദ് ഉദയഭാനുവിനോട് പറഞ്ഞ വാക്കുകളാണ് വീണ്ടും വീണ്ടും ചെവിയിൽ. ഇനി അധിക നാളൊന്നും ദേവമംഗലത്ത് തൻ്റെ മകൾ ഉണ്ടാവില്ല, അവൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. ആനന്ദിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ദേവി അവൻ ഉപേക്ഷിക്കുമോ? എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഉദയഭാനുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇല്ല, ദേവിയെ ഉപേക്ഷിക്കാൻ പാടില്ല. ദേവമംഗലത്തേക്കൊന്ന് പോയാലോ? അവിടെ പോയി അവരുമായിട്ടൊന്ന് സംസാരിക്കണം. എൻ്റെ മോളുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. ഇല്ല, എൻ്റെ മോളെ അവനെ ഉപേക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഉദയഭാനു ഇങ്ങനെ ഉറപ്പിച്ച് ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയം രാത്രിയായിട്ടും റൂമിലോട്ടൊന്നും ആനന്ദേട്ടനെ കാണാത്തത് കൊണ്ട് ദേവി ആനന്ദിനെ തപ്പി വരികയാണ്. അപ്പോൾ ആനന്ദാണെങ്കിൽ വരാന്തയിൽ കിടന്നുറങ്ങുക. അത് കാണുന്ന ദേവിക്ക് ഒരുപാട് സങ്കടം വരിക. ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് 1-2 തവണ ദേവി വിളിക്കും. പക്ഷേ ആനന്ദ് പതിയെ കണ്ണ് തുറക്കും. എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആനന്ദേട്ടൻ എന്താ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ആനന്ദിന് ദേഷ്യം വരെ, നിനക്ക് എന്താടി വേണ്ടത്? എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ലേ? ആനന്ദേട്ട, എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നേ? ഞാൻ എവിടെ കിടന്നാലും നിനക്കെന്താ?
ഈ തണുപ്പിൽ കിടന്ന വല്ല അസുഖവും വരും ആനന്ദേട്ടാ. അയ്യോ, എനിക്ക് എൻ്റെ കാര്യത്തിൽ വല്ലാതെ അങ്ങ് കെയറൊന്നും നീ ചെയ്യണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ കൂടുതൽ കെയർ ചെയ്തതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞു പോയി കിട്ടിയത്. ഇനി എന്നെയും കൂടി കെയർ ചെയ്യണ്ടായേ എന്ന് ആനന്ദ് പറയാം. ഈ ശ്രദ്ധ നീ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കാണിക്കാതിരുന്നത് എന്താടി? എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ദേവിയോട് ദേഷ്യപ്പെട്ട് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ദേവിക്ക് സങ്കടം വരിക. ആനന്ദേട്ടാ, അകത്ത് വന്ന് കിടക്ക്, ഞാൻ അകത്തേക്ക് വരുന്നില്ല. നീ സപ്രപഞ്ചത്തിൽ സുഖമായിട്ടങ്ങ് മലർന്ന് കിടന്നോ. ഞാൻ അവിടെ കിടക്കുന്നതാണ് ആനന്ദേട്ടൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടന്നോളാം. ആനന്ദേട്ടൻ അകത്തു പോയി കിടക്കുക എന്ന് വീണ്ടും പറയാണ്. അത് ശരി, എനിക്ക് മനസ്സിലായടി നിന്റെ അടവ്. കൊള്ളാം കൊള്ളാം, എന്തൊരു ബുദ്ധിയാടി നിനക്ക്. ആ തന്നയുടെ കുരുട്ടുബുദ്ധി അതുപോലെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ആനന്ദേട്ടാ എന്ന് ദേവി സങ്കടപ്പെട്ട് ചോദിക്കുക. ഞാൻ റൂമിൽ വന്ന് കിടക്കുമ്പം നീ ഇവിടെ വന്ന് കിടക്കും. അതിൻ്റെ അച്ഛനും അമ്മയും കാണണം. എന്നിട്ട് അവരത് കണ്ടിട്ട് വേണം നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എന്നോട് ചോദിക്കാൻ. അല്ലേ? നിന്റെ ബുദ്ധി കൊള്ളാം. അച്ഛനോടും അമ്മയോടും നമ്മുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ എനിക്ക് കഴിയില്ലെന്ന് നിനക്ക് നന്നായിട്ടറിയാം. അപ്പം അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് നിന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കേണ്ട വരും. അതിനുവേണ്ടിയല്ല നീ ഇതൊക്കെ ചെയ്യിക്കുന്നത്. ഫുൾ ടൈം അഭിനയം അഭിനയിച്ച് ഞാൻ മടുത്തു. എന്നെ അവിടേക്ക് എത്തിക്കാനല്ലേടി നീ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്, ആ റൂമിലേക്ക്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ആനന്ദേട്ടൻ ഇപ്പം പറയുന്നത്. എടി എടി എടി, എന്നതായിട്ട് നീ മനസ്സിൽ ഉദ്ദേശിക്കാത്തതെന്നും പറഞ്ഞ് ആനന്ദ് ചാടി എഴുന്നേൽക്കുക. എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാതിക്കൽ പോയി നോക്കുക. ആരെയും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് ദേവിയുടെ അടുത്തേക്ക് ചെല്ലും. എടി ഫ്രോഡ് ഉദയഭാനുവിൻ്റെ മോളെ, നീ നിന്റെ തന്തേക്കാൾ പഠിച്ച കളിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. സ്നേഹിച്ചെന്നെ വലയിലാക്കാൻ നീ വലയൊന്നും വീശണ്ട. ആ വലയിൽ ഞാൻ ഇനി കുടുങ്ങില്ലടി. നിന്റെ അഭിനയമൊക്കെ ഈ ആനന്ദിൻ്റെ അടുത്ത് ഇനി ഏൽക്കില്ലടി. സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ടും അവളുടെ ഒടുക്കത്തൊരു അഭിനയം. എങ്ങനെ സാധിക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ന് ചോദിക്കാം. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കും. നീ നിന്റെ കാര്യം നോക്കി പോടി. നിന്റെ കാര്യം അന്വേഷിക്കാൻ ഞാൻ വരുന്നില്ലല്ലോ. എൻ്റെ കാര്യം തിരക്കി നീയും വരരുത്. എന്നെ എവിടെയെങ്കിലും ഒന്ന് സമാധാനത്തോടെ ഇരുത്താനൊന്ന് സമ്മതിക്ക്. അപ്പോൾ ദേവി കരയാണേ. അത് കാണുമ്പോൾ ആനന്ദിന് വീണ്ടും ദേഷ്യം വരും. എൻ്റെ ദൈവമേ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് മനസ്സമാധാനത്തോടെ കിടന്നോട്ടെ, ഒന്ന് പോയി തരാവോ എന്ന് ദേവിയോട് ചോദിക്കുക. അത് കേൾക്കുമ്പം ദേവിക്ക് അങ്ങ് വീണ്ടും വീണ്ടും സങ്കടം വരിക. ആനന്ദിൻ്റെ ഈ അവഗണന ദേവിക്ക് ഒരു രീതിയിൽ സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ. തന്നെ ആനന്ദേട്ടൻ ഇത്രയധികം വെറുത്തു പോയോ എന്ന് ദേവി ചിന്തിക്കാം. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ വരികയാണേ. ബാലൻ ഉറങ്ങിപ്പോയി. ദേവി അകത്തേക്ക് കയറി പോവുകയും ചെയ്യും കേട്ടോ. ബാലൻ പുറത്തേക്ക് വരുമ്പോഴാണ് ആനന്ദ് വരാന്തയിൽ കിടന്നുറങ്ങുന്നത് ബാലൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അത് കാണുമ്പം ബാലന് വീണ്ടും സങ്കടം വരിക. ഇവന് ഇവിടെ ഇങ്ങനെ കിടപ്പ് തുടർന്നാൽ അത് ശരിയാകില്ലല്ലോ എന്ന് ബാലൻ ചിന്തിക്കുക. പിന്നെ ആനന്ദിനെ വിളിച്ചുണർത്താനൊന്നും ശ്രമിക്കാതെ റൂമിലേക്ക് കയറി പോവുകയാണ്. റൂമിൽ കയറി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ബാലൻ. അപ്പം രാത്രിയായിട്ടും ബാലൻ കിടക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുന്ന ഗോമതി ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ ബാലൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലുക. ഇതെന്താ ബാലേട്ടാ, ഉറക്കമൊന്നും ഇല്ലേ എന്ന് ചോദിക്കാം. എടോ, കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകില്ലടോ എന്ന് പറയാം. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തീരുമാനങ്ങളോ? എന്താ ബാലേട്ടാ ഈ പറയുന്നത്? എന്ത് തീരുമാനങ്ങൾ എടുത്തെന്നാ പറഞ്ഞു വരുന്നത്? അത് നാളെ പറയാം. താൻ കിടന്നോ, ഇന്നിപ്പോൾ രാത്രി ഒരുപാടായില്ലേ. ബാലേട്ടാ, എന്താന്ന് വെച്ചാൽ പറ. താൻ കിടന്നോ? എന്നാ ശരി, എങ്കിൽ രാവിലെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഗോമതി ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുക. ബാലൻ ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകയാണ്. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആനന്ദിൻ്റെ ദേവിയുടെ ജീവിതത്തെ അത് ബാധിക്കും. അതുണ്ടാകാൻ പാടില്ല. ആനന്ദിൻ്റെ ഈ അവസ്ഥയൊക്കെ മാറ്റിയെടുക്കണം എന്നൊക്കെ ബാലൻ തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേസമയം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഉണ്ട്. മിത്രയും ഗോമതിയും കൂടിയാണ് കറികളൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അനുവിനെ കൂട്ടിക്കൊണ്ട് മീനും അങ്ങോട്ട് വരിക. ദേ, നീ ഇവിടെ ഇരിക്കുക, ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞ് ഒരു കസേര വലിച്ചിട്ട് അനുവിനെ നിർബന്ധിച്ച് മീനും അവിടെ ഇരുത്തുകയാണ് കേട്ടോ. അനു വരുമ്പം തന്നെ എല്ലാവരും നോക്കുക. പക്ഷെ ആരും താനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുന്ന അനുവിന് ഒരുപാട് സങ്കടം വരിക. അപ്പം പെട്ടെന്ന് മീന് ചോദിക്കുക, നിങ്ങളിരിക്കുന്നില്ലേ എന്ന് മിത്രയോട് ചോദിക്കുകയാണ്. അപ്പം മിത്ര പറയും, അപ്പച്ചി ഞാനും പിന്നെ ഇരുന്നോളാം, എനിക്കിന്ന് കോളേജിൽ പോകണ്ടല്ലോ, ചേച്ചിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും പിന്നെ കഴിച്ചോളാം, ചേച്ചി ഇരുന്നോ എന്ന് പറയണം കേട്ടോ. അപ്പച്ചി ഈ പ്ലേറ്റൊക്കെ മീന് ചേച്ചിക്ക് കൊടുത്തേ എന്നും പറഞ്ഞ് ഗോമതിയുടെ കയ്യിലേക്ക് ഒരു പ്ലേറ്റും കൂടി മിത്ര വെച്ച് കൊടുക്കുകയാണ്. ഇതേസമയം നമ്മുടെ ആനന്ദിൻ്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല. ആനന്ദ് ആകെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം ബാലൻ ആനന്ദിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടാ, നിനക്ക് വിശപ്പൊന്നും ഇല്ലേ ആനന്ദേ എന്ന് ചോദിക്കുക.
കഴിച്ചോളാം അച്ഛാ എന്ന് ആനന്ദപ്പം മറുപടി പറയണം കേട്ടോ. അപ്പം ആര്യനും ആകാശവും ഒക്കെ ആനന്ദിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആനന്ദിൻ്റെ മുഖത്തെ താല്പര്യമില്ലായ്മയും സന്തോഷമില്ലായ്മയൊക്കെ കാണുമ്പം അവർക്കും സങ്കടം വരികയാണ്. ബാലൻ അവരോട് ചോദിക്കുകയാണ്, ഈ മാനസികാവസ്ഥയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ സന്തോഷങ്ങളൊന്നും തിരിച്ചു വരില്ല, ഇതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം ധർമ്മം പറയും, അളിയൻ പറഞ്ഞതൊക്കെ ശരിയാ, മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരുന്നതൊക്കെ നല്ലതാ, അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമളിയ എന്ന് ചോദിക്കാം. അപ്പം ആകാശ് പറയും, ഈ വീട് ഓഫീസ് വീട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്ന ഒരു മാറ്റവും ആരുടെ മാനസികാവസ്ഥയ്ക്കും വരാൻ പോകുന്നില്ല എന്ന് പറയാണ്. മാറ്റം വന്നാലോ എന്ന് ബാലൻ അപ്പം ചോദിക്കാം. അപ്പം ധർമ്മം ചോദിക്കും, അളിയൻ എന്താ ഉദ്ദേശിക്കുന്നത്? അളിയൻ മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ തുറന്നു പറ അളിയ എന്ന് ധർമ്മം പറയൂ കേട്ടോ. അപ്പം ആനന്ദിന് ഈ സംസാരത്തിനൊന്നും താല്പര്യമില്ലാത്ത രീതിയിലാണ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്. അപ്പം ഗോമതിയും ചോദിക്കും, എന്താ ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോയിട്ട് വരട്ടെ എന്ന് ബാലൻ ചോദിക്കുക. അത് കേൾക്കുമ്പോൾ കോമതിക്കൊക്കെ സന്തോഷമാവാണ് കേട്ടോ എല്ലാവർക്കും. അപ്പം ഉള്ളതാണോ അങ്കിളെ എന്ന് പെട്ടെന്ന് മിത്ര ചോദിക്കും കേട്ടോ. അപ്പം ആനന്ദിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പം ധർമ്മം ചോദിക്കും, അളിയൻ കാര്യമായിട്ട് തന്നെ പറയുന്നതാണോ എന്ന് ചോദിക്കുക. അതേടാ, കാര്യമായിട്ട് പറയുന്നതാ. നിങ്ങൾ ഒരു യാത്ര പോയിട്ട് വാ, സകല ചെലവുകളും ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ 1 രൂപ കയ്യിൽ നിന്ന് ഇറക്കണ്ട എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുക. എൻ്റെ അമ്മേ എന്ന് മീനു പറയാണ്. അങ്കിള് പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുക. പിന്നല്ലാതെ, എല്ലാവരും പോയിട്ട് വാ, നിങ്ങൾക്ക് എവിടെ പോകാനാണ് താല്പര്യം? അപ്പം ധർമ്മം പറയും, അളിയാ സിംഗപ്പൂർ പോകാം. എടാ കുറച്ചുകൂടി അടുത്തെവിടെയെങ്കിലും പോയാൽ പോരെ? അപ്പം ആരും ചോദിക്കും, നമുക്കങ്ങനെയാണ് റോമിലൊന്ന് പോയാലോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ മിത്ര പറയും, അത് സൂപ്പറാ, അടിപൊളി സ്ഥലമാണ്, റോം സിംഗപ്പൂരൊന്നും അല്ല, നമുക്കാദ്യം ഇന്ത്യയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകാം. അപ്പം നമ്മുടെ ഗോമതി പറയും, കാശിക്ക് പോയാലോ എന്ന് ചോദിക്കുക. അപ്പം എല്ലാവരും അയ്യേ എന്നുള്ള രീതിയിൽ നിൽക്കുക. അപ്പം ഇന്ന് ധർമ്മം പറയും, വെറുതെ അല്ല ചേച്ചി ഇപ്പോഴേ കാവി ഉടുത്ത് നിൽക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. കാവി കളറുള്ള ഒരു സാരിയാണ് ഗോമതി ഉടുത്തിരിക്കുന്നത്. പോടെ ഒന്ന്, നല്ല സ്ഥലമല്ലേ കാശി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എൻ്റെ പൊന്നമ്മേ തീർത്ഥാടനം അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് ആര്യം പറയാം. അപ്പം ബാലന് പറയും, അതെ തീർത്ഥാടനം അല്ല, കുറച്ചും കൂടി ഇങ്ങോട്ട് വരട്ടെ അളിയ, ഈ അടുത്തോട്ട് വരട്ടെ എന്ന് അളിയൻ ഉദ്ദേശിക്കുന്നത് എന്താ? എടാ ഇന്ത്യയിൽ നിങ്ങൾ കാണാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് ഗോവയ്ക്ക് വിട്ടാലോ എന്ന് ധർമ്മം ചോദിക്കാം. അതെന്താടാ ഗോവയ്ക്കൊക്കെ പോണേ എന്ന് ധർമ്മം ചോദിക്കാം. എൻ്റെ പൊന്നു ചേച്ചി, ഗോവയ്ക്ക് ആൾക്കാരൊക്കെ പോകാറുണ്ടല്ലോ എന്ന് ധർമ്മം പറയും. ഗോവയ്ക്കൊന്നും പോകണ്ട എന്ന് കോമതി പറയും. ഈ ചേച്ചി നശിപ്പിക്കാനായിട്ട് എന്ന് പറയണം. അപ്പം ബാലൻ പറയും, ഗോവ വേണ്ട, നമുക്ക് കുറച്ചും കൂടി അങ്ങ് അടുത്തേക്ക് വരാം. ഈ അളിയനും ചേച്ചിയും കൂടി എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല അച്ഛൻ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ആരിനും അപ്പം ചോദിക്കും. കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് പോയാൽ പോരെ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിലേ കാസർഗോഡ് ബേക്കൽ കോട്ടയുണ്ട്, അവിടെ പോയാലോ എന്ന് ചോദിക്കാം. അത്രയും ദൂരമൊന്നും നമുക്ക് പോകണ്ട, കുറച്ചും കൂടി അടുത്ത്, അളിയൻ നമ്മുടെ ഈ ജംഗ്ഷനും പരിസരമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ധർമ്മനപ്പം ചോദിക്കാം. അതൊന്നും അല്ലടാ, ഇവിടെ അടുത്ത് വേറെ സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ദേ നിങ്ങൾക്ക് ആർക്കും ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു സ്ഥലം പറയാം. അപ്പോൾ ഗോമതി പറയും, ബാലേട്ടൻ നല്ല സ്ഥലമായിരിക്കും പറയുന്നത്, എൻ്റെ പൊന്നു ചേച്ചി ആദ്യം അളിയനൊന്ന് പറയട്ടെ എന്നിട്ട് തീരുമാനിക്കാം. അതായത് എന്താ അളിയാ പറഞ്ഞു വരുന്നത്? അത് കന്യാകുമാരി. നിങ്ങൾ കന്യാകുമാരി പോകാൻ തയ്യാറായിക്കോ, അതാകുമ്പം ഇവിടെ അടുത്തല്ലേ, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലവുമാ എന്ന് പറയാൻ കേട്ടോ. നിങ്ങളെല്ലാവരും കന്യാകുമാരി പോകാൻ റെഡി ആയിക്കോ. കന്യാകുമാരി അടിപൊളിയാ, കിടില സ്ഥലമാണ് അല്ല മിത്രേ എന്ന് മീനും ചോദിക്കാം. കന്യാകുമാരിക്ക് ഇടുക, അപ്പം അത് നമുക്ക് ഫിക്സ് ചെയ്യാം എന്ന് പറയാം. അല്ല നിങ്ങളെന്തിനാ പ്ലാൻ ചെയ്യുന്നേ എന്ന് അപ്പോൾ ബാലൻ ചോദിക്കാം. അല്ല അളിയനല്ലേ പറഞ്ഞത് കന്യാകുമാരി പോകാമെന്ന്, നിങ്ങൾ കന്യാകുമാരി പൊക്കോ. അല്ല അപ്പം മീനാക്ഷി ഇത്രയും ഒന്നും വരുന്നില്ലേ എന്ന് ആകാശ് ചോദിക്കുകയാണ് കേട്ടോ. അതെ അവിടെയൊക്കെ ഇപ്പം നല്ല ചൂടല്ലേ, പിള്ളേർ പോയി കഴിഞ്ഞാൽ വല്ല അസുഖവും വരുമെന്ന് വിചാരിച്ചായിരിക്കും അല്ലേ ബാലേട്ടാ പെൺപിള്ളേരെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാം. അപ്പം ബാലൻ ചിരിക്കുവാണേ. അപ്പം മിത്രയ്ക്കും മീനുവിനും ഒന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. എന്തുവാ അമ്മേ, ഞങ്ങൾ എന്താ കൊച്ചു കുട്ടികളോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനുവിന് ഇതിലൊന്നും മറുപടി പറയാനില്ലാത്ത പോലെ ഇരിക്കുക. അതുമല്ല മീനുവിന് ഓഫീസിലും പോകണ്ടേ, അതുകൊണ്ടാണ് മീനുവിനെ കൊണ്ടുപോകാത്ത. മിത്രയ്ക്ക് കോളേജിലും പോകണം, അനുവിനും കോളേജും മുടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, പിന്നെ നല്ല വെയിലുമാണ്. ബാലേട്ടന് ഒന്നും കാണാതെ പറയത്തില്ല, നിങ്ങൾ 3 പേരും ഇല്ല, ഇവർ മാത്രമേ പോകുന്നുള്ളൂ എന്ന് ഗോമതി. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയും, അവർ 3 പേരും മാത്രമല്ല താനുമില്ല സുകന്യയില്ല,
ഏ ബാലേട്ടാ ഞങ്ങളും ഇല്ലേ, അതെന്നാ ബാലേട്ടാ എനിക്കെങ്ങും പോകണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അതങ്ങനെയാ എന്ന് പറയാം. അത് കേൾക്കുമ്പം നമ്മുടെ ആൺപടകളെല്ലാം കൂടി ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഈ ബാലേട്ടൻ്റെ ഒരു കാര്യം, ഇതെന്താ പ്ലാനാ ബാലേട്ട, ഞങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്നും പറഞ്ഞ് ഗോമതി പിണങ്ങിപ്പോയിരിക്കുക. പിള്ളേര് സെറ്റ്, ആൺപിള്ളേർ അവർ മാത്രം പോയിട്ട് വരട്ടെ എന്ന് ബാലൻ പറയാണ് കേട്ടോ. ഓ അത് ശരിയാ, അത് നല്ലൊരു ട്രിപ്പായിരിക്കും, ഞങ്ങൾ അടിച്ചു പൊളിക്കും, അവർ പോയിട്ട് ഒന്ന് സന്തോഷമായിട്ട് വരട്ടെ. ആ നമുക്കെല്ലാവർക്കും കൂടി പിന്നീടൊരു യാത്ര പോകാമല്ലോ എന്ന് ബാലൻ പറയാം. അത് ശരിയാ എന്ന് ആകാശം പറയാണ്. ഞങ്ങൾ ആദ്യം പോയിട്ട് വരാം, ഈ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പം നിങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് കൊണ്ടുപോകാം. അപ്പം ആനന്ദ് പറയും, അച്ഛാ എനിക്കങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് ആനന്ദ് പറയാൻ കേട്ടോ. ആനന്ദിന് വേണ്ടിയാണ് ബാലൻ ഇങ്ങനെ ഒരു ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ താല്പര്യമില്ലാത്ത പോലെയുള്ള ആനന്ദിൻ്റെ സംസാരം കേൾക്കുമ്പം എല്ലാവരും ആനന്ദിനെ തന്നെ നോക്കി നിൽക്കാം. അപ്പം ബാലൻ പറയും, ഇനി ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. അയ്യോ അച്ഛാ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ പൊന്നാനന്ദേട്ട എന്നും പറഞ്ഞ് ആര്യനും ആകാശം കൂടെ അടുത്തേക്ക് ചെല്ലും. എൻ്റെ പൊന്നാനന്ദേട്ട, ആനന്ദേട്ടൻ വന്നില്ലെങ്കിൽ ഈ ട്രിപ്പ് നടക്കില്ല. എത്ര കാലം കൂടിയ ഒരു ട്രിപ്പ് വീണ് കിട്ടിയത്, വെറുതെ ഏട്ടനായിട്ടത് നശിപ്പിക്കരുത്. അപ്പം ധർമ്മം പറയും, അളിയൻ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ ട്രിപ്പാ, നീയായിട്ട് നശിപ്പിക്കല്ലേടാ. എടാ നമുക്ക് പോയി അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് വരാടാ, നീ ഒന്ന് സമ്മതിക്കടാ, നീ ഇല്ലെങ്കിൽ ഇത് നടക്കില്ലടാ, പ്ലീസ് 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 പ്ലീസ്, നമ്മൾ എത്ര നാളായിടാ ഒരുമിച്ചൊക്കെ ഒന്ന് പോയിട്ട് എന്ന് പറഞ്ഞ് ധർമ്മനും കൂടി നമ്മുടെ ആനന്ദിനോട് കെഞ്ചുവാണ് കേട്ടോ. ഒന്ന് സമ്മതിക്കടാ എന്ന് പറയാം. എടാ ഒന്ന് സമ്മതിക്കടാ, സമ്മതിക്കടാ, നീ ഒന്ന് നിന്ന് തന്നാൽ മതി ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്ന് പറഞ്ഞ് ആര്യനും ആകാശവും ഇടവും വലവും നിന്ന് സമ്മതിപ്പിക്കാം. ശരി എന്നാൽ ഞാനും വരാം, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം, ഞാൻ കാരണം നിങ്ങളുടെ ട്രിപ്പ് ഒന്ന് മുടങ്ങണ്ട എന്ന് ആനന്ദ് പറയാണ് കേട്ടോ. അപ്പം എല്ലാവരും വളരെയേറെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണേ. അപ്പം ബാലൻ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോകാൻ തയ്യാറായിക്കോ, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു, കാശിൻ്റെ കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, മുഴുവനും ഞാൻ തന്നിരിക്കും എന്ന് പറയാം. അത് കേൾക്കുമ്പം നമ്മുടെ മീനു പറയും, എന്താണോ എല്ലാവരുടെയും ഉദ്ദേശം, പോയിട്ട് വരട്ടെ, നമ്മുടെ ആനന്ദേട്ടൻ്റെ മൂടൊക്കെ ഒന്ന് മാറട്ടെ എന്ന് മീനു ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ. ആനന്ദാണെങ്കിൽ റൂമിൽ പോയി നാളെ ട്രിപ്പ് പോകാനുള്ള ഡ്രസ്സൊക്കെ പായ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ദേവിയും വന്ന് ഡ്രസ്സൊക്കെ അടുക്കാൻ കൂടുമ്പോൾ, എൻ്റെ ഡ്രസ്സിലൊന്നും നീ തൊട്ടു പോകരുത്, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം, നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്ക് സഹായം ചെയ്തു തരാൻ എന്ന് ചോദിക്കാം. ആനന്ദേട്ട വെറുതെ വഴക്കടിക്കണ്ട, സമാധാനത്തോടെ നാളെ ട്രിപ്പിന് പോയിട്ട് വാ എന്ന് പറയാണ്. ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാനാ ഞാൻ ആ ട്രിപ്പിന് പോകാൻ തന്നെ സമ്മതിച്ചത്, നിന്റെ തിരുമോന്ത കാണാതെ കുറച്ച് ദിവസമായാലും എനിക്കിരിക്കാലോ, ഞാൻ പിന്നെ നിന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണോ എനിക്ക് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ദേവി ഞെട്ടി നിൽക്കാണ്. ആനന്ദേട്ടൻ തന്നെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമാണോ എന്നോർത്ത്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.